രാജസ്ഥാനിൽ ഏതായാലും മുന്നണികളൊക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബിജേഷ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അവിടെ കഴിയുകയുണ്ടായി. എങ്ങനെയായിരുന്നു വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ അവിടെ എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികൾക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വിഷയങ്ങൾ പതിഞ്ഞിരിക്കാനാണ് സാധ്യത? ആദ്യം നമുക്ക് നേരത്തെ ഡൽഹി പറഞ്ഞതുപോലെ തന്നെയാണ് രാജസ്ഥാൻ്റെ ഒരു കാര്യം. കാരണം രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 2019 ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. 25 ലോക്സഭാ മണ്ഡലങ്ങളാണ് രാജസ്ഥാനിലുള്ളത്. അതിനകത്ത് 18 ജനറൽ സീറ്റും 7 സംവരണ സീറ്റുകളും. ഈ 7 സംവരണ സീറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും കഴിഞ്ഞ തവണത്തെ ഈ 25ൻ്റെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 25-ൽ 24 BJP ആണ് കഴിഞ്ഞ തവണ നേടിയത്. ആ 24 സീറ്റ് BJP ഒറ്റയ്ക്കും ഒന്ന് അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള RLP നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ NDAക്ക് കഴിഞ്ഞ തവണ ഡൽഹിയിലേതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു തൂത്തുവാരൽ പ്രക്രിയ നടന്ന മേഖല തന്നെയാണ് ഈ രാജസ്ഥാൻ എന്നും നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ, അതായത് ലോക്സഭയിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട BJP നേതാക്കൾ അർജുൻ മേഘ്വാൾ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ഒപ്പം തന്നെ ദിയ കുമാരി എന്ന് പറയുന്ന നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്ന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നതുൾപ്പെടെ പറഞ്ഞു കേട്ടിരുന്ന ദിയാകുമാരി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരായിരുന്നു കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ നിന്ന് BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് എത്തിയത്. ഇത്തവണത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഓം ബിർള മത്സര രംഗത്തുണ്ട്, ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി മത്സര രംഗത്തുണ്ട്. സാഹചര്യങ്ങളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടൊന്നും ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാജസ്ഥാൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ BJP അവരുടെ ഒരു വിജയമന്ത്രമായി കൊണ്ടാടിയത് ദേശീയത, അതുപോലെ തന്നെ രാമക്ഷേത്രം, ഒപ്പം തന്നെ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം. ഈ 3 ഘടകങ്ങളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് BJP കൃത്യമായി പ്രയോഗിച്ച വിജയമന്ത്രം. അത് ഇത്തവണ ഏത് തരത്തിൽ പ്രതിഫലിക്കും അല്ലെങ്കിൽ ഏത് തരത്തിൽ വർക്കൗട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് BJPക്ക് വലിയ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ജാതി രാഷ്ട്രീയം ഇത്തവണ BJPക്ക് തിരിച്ചടിക്കുമെന്നുള്ളൊരു വിലയിരുത്തലും അവരുടെ ക്യാമ്പുകളിലുണ്ട്. എന്നാൽ മറുപക്ഷത്ത് ഇപ്പോൾ കോൺഗ്രസിന് നമ്മൾ ഈ സാഹചര്യങ്ങൾ ഇപ്പം BJPക്ക് എതിരാണെന്ന് പറയുമ്പോൾ അനുകൂലമായ ഏതെങ്കിലും സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഈ പറയുന്ന അശോക് ഗെഹ്ലോട്ട് മുതിർന്ന നേതാവ്, ഒപ്പം സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന മറ്റൊരു കിടപിടിക്കാവുന്ന യുവ നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നേതാവ്, ഇവരാരും തന്നെ മത്സര രംഗത്തേക്ക് വരാത്തൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെടുന്നത് ജനവിധി തങ്ങൾക്ക് അനുകൂലമാകില്ല എന്നുള്ളൊരു ആശങ്കയാണ് അവർക്കുള്ളത്. കാരണം 2019 കൃത്യമായി വാഷ് ഔട്ട് ആയിപ്പോൾ ഒരു കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് രാജസ്ഥാനിൽ കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു സാഹചര്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ആദ്യത്തെ 1-2 ഘട്ടങ്ങളിലായിട്ട് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വലിയ തോതിൽ പ്രചാരണ രംഗത്ത് രാജസ്ഥാനിൽ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടം വന്നപ്പോഴേക്കും ഈ നേതാക്കന്മാർ ആരും തന്നെ രാജസ്ഥാനിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇതും ഒരു ഭയപ്പാടിൻ്റെ പുറത്താണ് എന്നുള്ളതാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. ഏതായാലും രാജസ്ഥാനിലും വലിയ തരത്തിലുള്ള പ്രതീക്ഷ കോൺഗ്രസ് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രതീക്ഷയ്ക്ക് എത്രത്തോളം അടിസ്ഥാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഉറപ്പുമില്ല. ശരി, ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ജൂൺ 4-ന് വിധി വരും. തീർച്ചയായും ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം എത്രത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അപ്പോൾ തന്നെ അറിയാം.